ഹായ് ഓൾ, വെൽക്കം ടു ഈസി ടിപ്സ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ചോറ് വെക്കാൻ വേണ്ടി മാത്രമല്ല റൈസ് കുക്കർ കൊണ്ട് മറ്റു പല ഉപയോഗങ്ങളും നമുക്കുണ്ടെന്ന്. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്യാം. ആദ്യമേ നമുക്ക് റൈസ് കുക്കറിനെ ഒന്ന് പരിചയപ്പെടാം. ഒട്ടുമിക്ക വീടുകളിലും ഉള്ളൊരു സാധനം തന്നെയാണ് ഈ റൈസ് കുക്കർ. പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട്, എന്നാൽ ഒട്ടുമിക്ക ആൾക്കാർക്കും അതറിയാം. റൈസ് കുക്കർ വാങ്ങുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ബ്ലാക്ക് കളർ പ്ലേറ്റ് അതിനോടൊപ്പം കിട്ടും. അതൊരിക്കലും മിസ്സാവാതിരിക്കുക. അത് പ്രോപ്പറായിട്ട് തന്നെ അതിൽ വെച്ചിട്ട് അതിനുള്ളിൽ എന്ത് സാധനവും വെച്ചാലും ചൂടോട് കൂടിയിട്ട് തന്നെ ഇരിക്കും. അപ്പം ഈ ഒരു കറുത്ത പ്ലേറ്റിൻ്റെ സഹായത്താലാണ് ശരിക്കും നമ്മൾ എന്ത് സാധനം അതിനുള്ളിൽ വെച്ചാലും അത് ചൂടോട് കൂടിയിട്ട് ഇരിക്കുക. പിന്നെ ഇതിൻ്റെ സൈഡിൽ ഞാൻ വാഷർ തൊട്ട് കാണിച്ചിരുന്നു. ആ വാഷർ ഭയങ്കര തിന്നായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ എന്ത് സാധനം നമ്മൾ റൈസ് കുക്കറിനുള്ളിൽ വെച്ചാലും പ്രോപ്പറായിട്ട് അടപ്പ് മൂടി വെച്ച് നല്ല അമർത്തി പ്രസ് ചെയ്ത് അടച്ചു തന്നെ വെക്കുക. എങ്കിലേ ചൂടോട് കൂടിയിട്ട് അതിനുള്ളിൽ ആ സാധനം ഇരിക്കുകയുള്ളൂ. ഓക്കെ. പിന്നെ റൈസ് കുക്കറിനെ കുറിച്ച് പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട്. എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗം കഴിഞ്ഞിട്ട് റൈസ് കുക്കറിൻ്റെ ഉപയോഗം കഴിഞ്ഞ് നമ്മൾ നല്ല അടിപൊളിയായിട്ട് അതിനെ വെള്ളമൊക്കെ ഒഴിച്ച് സോപ്പൊക്കെ തേച്ച് കഴുകി വൃത്തിയാക്കി വെക്കും. പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. എപ്പോഴും നല്ല ഉണങ്ങിയൊരു തുണി കൊണ്ട് പ്രോപ്പറായിട്ട് അത് തുടച്ചെടുക്കുക മാത്രമേ ചെയ്യാവൂ. റൈസ് കുക്കറിൻ്റെ അകവശങ്ങളും അതിൻ്റെ സൈഡും അകവും എല്ലാം നല്ല വൃത്തിക്ക് തുടച്ച് മാത്രമേ എടുക്കാവുള്ളൂ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ളിൽ നമ്മൾ വെക്കുന്ന സാധനം ചൂടോട് കൂടിയിട്ട് ഇരിക്കുകയുള്ളൂ, ചൂട് നിൽക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകിയിട്ടുണ്ടെങ്കിൽ അതിലൊരിക്കലും ചൂട് നിൽക്കില്ല. റൈസ് കുക്കറിൻ്റെ പ്രധാന ഉപയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചോറ് വെക്കുന്നത് തന്നെയാണ്. നമ്മൾക്ക് റൈസ് കുക്കർ വാങ്ങുമ്പോൾ തന്നെ അതിനോടൊപ്പം ഒരു കലം കിട്ടും. ആ കലത്തിൽ നമ്മൾ വെള്ളം വെച്ച് ഗ്യാസിൽ വെച്ച് തിളപ്പിച്ച് അതിന് ശേഷം അരിയിട്ട് ഒന്നുകൂടെ തിള വന്നതിന് ശേഷം നമ്മൾ ആ കലവും അരിയും എടുത്ത് അതേപോലെ റൈസ് കുക്കറിനുള്ളിലേക്ക് നമ്മൾ ഇറക്കി വെക്കുന്നു. ഓരോ അരിയുടെയും വേവ് അനുസരിച്ചിട്ട് 1.5, 2, 3 മണിക്കൂറോളം നമ്മളത് റൈസ് കുക്കറിൽ വെക്കുക. അതിനുശേഷം അത് പുറത്തെടുത്ത് നമ്മൾ ഊറ്റുമ്പോൾ നമുക്ക് ഈ കാണുന്ന പാകത്തിൽ തന്നെ നമുക്ക് ചോറ് കിട്ടും. നല്ല വെന്ത് പാകത്തിനായിട്ട് നമുക്ക് ചോറ് കിട്ടുന്നതായിരിക്കും. പിന്നെ റൈസ് കുക്കറിൻ്റെ ഒരു ഉപയോഗം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളമൊക്കെ തിളപ്പിച്ച് വെളിയിൽ വെക്കില്ലേ, കുറച്ച് സമയം കഴിയുമ്പോൾ അതിൻ്റെ ചൂടങ്ങ് പോകും. ഫ്ലാസ്കിൽ വെച്ചാൽ കുറച്ചധികം സമയം ചൂട് നിൽക്കും. ഫ്ലാസ്ക് ഇല്ലാത്തവരും അഥവാ ഇനി ഫ്ലാസ്ക് തികയാതൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചൂട് പോകും. അപ്പോൾ വെള്ളം തിളച്ച ഉടനെ തന്നെ റൈസ് കുക്കറിൽ ഇറക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചൂടോട് കൂടിയിട്ടിരിക്കും. പിന്നെ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത ഒരു മാവിൻ്റെ ഇതാണ്. മാവ് നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ മാവ് പുളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അരി ആട്ടുന്ന ഉടനെ തന്നെ ആ മാവ് അടച്ച് റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് നല്ല പുളിച്ചിരിക്കും. പിന്നെ ചെറുപയർ, അതേപോലെ ഗ്രീൻ പീസ്, കടല, തൊമര ഇതൊക്കെ നമ്മൾ രാത്രി കിടക്കുമ്പോൾ തന്നെ കുതിരാനിടുമല്ലോ വെള്ളത്തിൽ. അപ്പം ചൂടുവെള്ളം ഒഴിച്ച് അതിന് ശേഷം ഇത് റൈസ് കുക്കറിൽ ഇറക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേക്കും ഒരു പൂർണ്ണമായും വെന്തെന്നല്ല, ഒരു കാൽഭാഗത്തോളം വേവിൽ നമുക്കിത് കിട്ടും. നന്നായിട്ട് കുതിർന്ന് വരും. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ പിറ്റേന്ന് ബ്രേക്ക്ഫാസ്റ്റിന് കുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കും. 2 വിസിൽ, ഒറ്റ വിസിലിൽ തന്നെ സാധനം നമുക്ക് വെന്ത് കിട്ടും. പിന്നെ നമ്മളൊരു കാര്യം പറയുകയാണെങ്കിൽ ഐസ്ക്രീമിൻ്റെ കേസിൽ നമ്മൾ പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം ലോങ് ഒക്കെ യാത്ര പോകുകയാണെന്ന് വെച്ചോ. അപ്പോൾ നമുക്ക് ഐസ്ക്രീം, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ കൂടെ ഉണ്ടെങ്കിൽ ഐസ്ക്രീമൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനെക്കാട്ടിലും നല്ലത് ഇടയ്ക്കൊക്കെ നമുക്ക് ചിലപ്പം വാങ്ങാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ ഐസ്ക്രീം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ റൈസ് കുക്കറിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ഇടുക. അതിന് മുകളിലേക്ക് ഈ ഐസ്ക്രീം ബോട്ടിലോട് കൂടിയിട്ട് ഐസ്ക്രീം വെച്ച് മൂടി കൊണ്ട് അടച്ചു റൈസ് കുക്കർ നമ്മൾ പോകുമ്പം നമ്മുടെ കാറിലൊക്കെ ആക്കി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരു 12 അവേഴ്സോളം മാക്സിമം അത് നന്നായിട്ട് തന്നെ മെൽറ്റ് ആവാതെ തന്നെ ഇരിക്കുന്നതായിരിക്കും. പിന്നീട് അതേപോലെ തന്നെ ചായ നമ്മൾ ഇട്ട് പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തണുക്കില്ലേ, ഒത്തിരി നേരം ചൂടോട് കൂടിയിട്ട് ഇരിക്കില്ലല്ലോ. അപ്പോൾ ചായയൊക്കെ ഇടുവാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഒരു പാത്രത്തിലാക്കി റൈസ് കുക്കറിനുള്ളിലേക്ക് ചൂടോട് കൂടിയിട്ട് ഇറക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ സമയം തന്നെ ചായയൊക്കെ നമുക്ക് ചൂടോട് തന്നെ അതിനുള്ളിൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കുഞ്ഞു കുഞ്ഞു ടിപ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ വാച്ച് ചെയ്യുക. താങ്ക് യു.